നമസ്കാരം. 2020 ലോകകപ്പ് കിരീടം നിലനിർത്തി സൂര്യകുമാർ യാദവും സംഘവും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 256 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലൻഡ് 159 റൺസിന് പുറത്തായി. 15 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയും 27 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്ത അക്സർ പട്ടേലുമാണ് ന്യൂസിലൻഡിനെ വീഴ്ത്തിയത്. ഇന്ത്യയുടെ 3ാം ലോകകപ്പ് കിരീടമാണിത്. സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പറവർത്തിയ സെഞ്ചുറി വീരനായ ഓപ്പണർ ഫിൻ അലന്റെ വിക്കറ്റ് തുടക്കത്തിലെ വീഴ്ത്തിയാണ് ഇന്ത്യ വിക്കറ്റ് വേട്ടയെ ആരംഭിച്ചത്. 7 പന്തിൽ 9 റൺസ് എടുത്ത് നിൽക്കെ അക്സർ പട്ടേലാണ് അലനെ വീഴ്ത്തിയത്. 3ാം ഓവറിൽ തിലക് വർമ്മയുടെ കൈകളിൽ എത്തിച്ച അക്ഷർ പട്ടേലാണ് അലനെ പുറത്താക്കിയത്. രജിൻ രവീന്ദ്രയും തുടക്കത്തിൽ പുറത്തായി. 2 പന്തിൽ 1 റൺസ് മാത്രമായിരുന്നു രജിന്റെ സമ്പാദ്യം. ജസ്പ്രീത് ബുംറയുടെ ബോളിൽ ഇഷാൻ കിഷന്റെ കിടിലൻ ക്യാച്ചിലാണ് രജിൻ പുറത്തായത്. 5ാം ഓവറിൽ ഗ്ലെൻ ഫിലിപ്സിനെ ബൗൾഡാക്കി അക്ഷർ അടുത്ത പ്രഹരവും നൽകി. ആഭ്യന്തര മത്സരത്തിൽ ഗുജറാത്ത് താരങ്ങളായ അക്സറിന്റെയും ബുംറയുടെയും ഹോം ഗ്രൗണ്ടിൽ ലോക്കൽ ബോയ്സിനെ വിളിച്ച ക്യാപ്റ്റന്റെ തന്ത്രം ഫലം കണ്ടു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 3-52 എന്ന നിലയിലായിരുന്നു ന്യൂസിലൻഡ്. 8ാം ഓവറിൽ ചാപ്മാനെ ബൗൾഡാക്കി ഹാർദിക് കിവീസിന്റെ അടുത്ത വിക്കറ്റ് വീഴ്ത്തി. വരുൺ ചക്രവർത്തി എറിഞ്ഞ തൊട്ടടുത്ത ഓവറിൽ മിന്നും ഫോമിൽ കളിച്ച സെയ്ഫിനെ ബൗണ്ടറി ലൈനിന് സമീപം ഇഷാൻ കിഷൻ കിടിലൻ ക്യാച്ചിലൂടെ കയ്യിലൊതുക്കി. ഇതോടെ 8.1 ഓവറിൽ 5-72 എന്ന നിലയിലേക്ക് കിവീസ് തകർന്നു. കലാശപ്പോരിൽ ന്യൂസിലൻഡിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺസ് എടുക്കുകയായിരുന്നു. കിരീടത്തിനായി ന്യൂസിലൻഡിന് 256 റൺസായിരുന്നു വിജയലക്ഷ്യം. സെഞ്ചുറിക്കരികെ വീണ്ടും വീണെങ്കിലും തുടർച്ചയായ 3ാം മത്സരത്തിലും സഞ്ജു സാംസൺ ആയിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യക്കായി ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ എന്നിവരും അർദ്ധ സെഞ്ചുറി നേടി. അവസാന ഓവറുകളിൽ തകർത്തടിച്ച ശിവൻ ദുബെയാണ് ഇന്ത്യൻ സ്കോർ 250 കടത്തിയത്. 2 സിക്സും 3 ഫോറും സഹിതം 24 റൺസാണ് 20ാം ഓവറിൽ ദുബെ അടിച്ചുകൂട്ടിയത്. ഓപ്പണർമാർ ചേർന്ന് മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. പവർ പ്ലേ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകാതെ 92 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. 2020 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോറാണിത്. ഈ ലോകകപ്പിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമാകാതിരിക്കുന്നത്. 2020 ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് 50-ന് മുകളിൽ സ്കോർ നേടുന്നത്. 2009 ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാൻ താരങ്ങളായ കമ്രാൻ അക്മലും ഷഹസൈബ് ഹസനും ചേർന്ന് നേടിയ 48 റൺസായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട്. 2020 ലോകകപ്പ് ഫൈനലിൽ മികച്ച ഫോമിലുള്ള ന്യൂസിലൻഡ് ബാറ്റർ ഫിൻ അലനെ പുറത്താക്കാൻ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പുറത്തെടുത്തത് അവിശ്വസനീയമായ ഒരു തന്ത്രമായിരുന്നു. ഫൈനലിന് മുൻപ് നടന്ന 7 മത്സരങ്ങളിൽ നിന്ന് 289 റൺസ് നേടിയ അലൻ സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ തകർപ്പൻ സെഞ്ചുറി ഉൾപ്പെടെ ന്യൂസിലൻഡിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു. വേഗമേറിയ ബൗളർമാർക്കെതിരെ തന്റെ കരുത്ത് തെളിയിച്ചിരുന്നെങ്കിലും സ്പിന്നിന് മുന്നിൽ അലൻ അല്പം പതറുന്നതായി കാണപ്പെട്ടിരുന്നു. ഈ ദൗർബല്യം കൃത്യമായി മുതലെടുക്കാൻ തീരുമാനിച്ച സൂര്യകുമാർ യാദവ് ന്യൂസിലൻഡ് ഇന്നിംഗ്സിന്റെ 3ാം ഓവറിൽ തന്നെ സ്പിന്നർ അക്സർ പട്ടേലിനെ പന്തേൽപ്പിച്ചു. സൂര്യകുമാറിന്റെ ഈ തീരുമാനം നിർണായകമായി മാറി. ഓവറിലെ 4ാം പന്തിൽ അക്സറിന്റെ വേഗമേറിയ ഡെലിവറിയെ ലക്ഷ്യമിട്ട് ഫിൻ അലന്റെ സ്ലോഗ് ബോൾ പാളിപ്പോയി. ലോങ് ഓണിൽ നിന്ന് യുവതാരം തിലക് വർമ്മ പന്ത് യാതൊരു പിഴവും കൂടാതെ കൈപ്പിടിയിലൊതുക്കി. ഫിന്നലിന്റെ വിക്കറ്റ് വീണതോടെ ഇന്റർനെറ്റിൽ ആരാധകരുടെ പ്രതികരണങ്ങൾ പ്രവഹിച്ചു. സൂര്യകുമാറിന്റെ ബുദ്ധിപരമായ തീരുമാനത്തെ നിരവധി പേർ പ്രശംസിച്ചു.